പറയുന്ന ഒരു How is your English communication skill? അത്ര നല്ലതല്ല എന്റെ. Okay. മിക്കവാറും അതിൽ കുറെ ഇമ്പ്രൂവ് ചെയ്യണം. വലിയ ഹോപ്പും ആഗ്രഹങ്ങൾക്കുള്ള കുറെ പേരെ കാണാറുണ്ട്. പക്ഷേ അൺലെസ് ആൻഡ് അൺടിൽ യുവർ ഇംഗ്ലീഷ് ഈസ് പെർഫെക്റ്റ് becomes difficult. അത്ര പെർഫെക്റ്റ് അല്ല. അറേഞ്ച് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ഓരോ ആഴ്ച എന്നോട് ചോദിക്കാൻ തീരുമാനിക്കുക. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്? എന്തും ആവാം. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ചോദിക്കണം. ഇന്നിപ്പോ മലയാളത്തിലാവും. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ മായ ഇംഗ്ലീഷിൽ 10 ക്വസ്റ്റ്യൻ ചോദിക്കാൻ റെഡി ആയിട്ട് വരണം. അത് വെറുതെ ചോദിക്കലല്ല, നമ്മൾ ഉത്തരം പറയുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കണം. ദാറ്റ് മീൻസ് യു ആർ ലിസണിങ്. അല്ല, ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ ഞാൻ പറയുമ്പോൾ അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ആ ചോദ്യം ഉണ്ടാക്കിയിട്ട് ബാക്കി 9 ക്വസ്റ്റ്യൻസ് യു ക്യാൻ സ്കിപ്പ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചോദ്യം ഉണ്ടാക്കാൻ പഠിക്കണം. അതാണ് വേണ്ടത്. ഓക്കെ, then your conversation skill will improve. You will listen. You will learn how to ask questions from what I am talking to you. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ കയ്യിൽ എഴുതി വെച്ച് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് അപ്പം തന്നെ മാറ്റാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആവും. ക്വസ്റ്റ്യൻ ബൈ ഹാർട്ട് പഠിച്ച് ചോദിച്ചിട്ട് ബ്ലാ 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 പറയുന്നതല്ല കമ്മ്യൂണിക്കേഷൻ. ഐ വിൽ സെൻഡ് യു സം ലിങ്ക്സ്. അതിൽ നിന്നാണ് എങ്ങനെയാണ് കോൺവെർസേഷൻ വേണ്ടതെന്ന് പഠിക്കാനുള്ളത് ഞാൻ അയച്ചു തരാം. സെൻഡ് മീ വാട്സപ്പ്. അതുപോലെ ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇടുമ്പോൾ അതിൻ്റെ താഴത്തും ഞാൻ ആ ലിങ്ക് ഇടും. ഞാനിപ്പോൾ റെഫർ ചെയ്തത് ഇടുക. ബൈ ചാൻസ് ഞാൻ ഇടാൻ മറന്നാൽ എന്നെ റിമൈൻഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മെസ്സേജ് വായിച്ചത് കൊണ്ടാണ് അധികമൊന്നും ചോദിക്കാതെ നേരിട്ട് ഉത്തരം പറയണത്. ഓക്കെ, അതിൽ എന്നെ പിടിച്ചത് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സിവിൽ സർവീസ്. അതെ. വേറെ എന്താ ചെയ്യാൻ പോണേ? ഇപ്പൊ എവിടെ ചേരാൻ പോണേ? CIT കോയമ്പത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ചേരാന്ന് വിചാരിക്കേണ്ട. അഡ്മിഷൻ കിട്ടുന്ന ഒരു ഉറപ്പുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യമില്ല. പുറത്ത് ഫാമിലിയോടൊപ്പം അവിടെ നിൽക്കാന്നാണ് വിചാരിക്കുന്നത്. ഫാമിലിയോടൊപ്പം എന്ന് പറഞ്ഞാല് അമ്മ, അനിയൻ അവരൊക്കെ ഷിഫ്റ്റ് ചെയ്യും അങ്ങോട്ട്? അവര് ഷിഫ്റ്റ് ചെയ്യും. അവനും അവിടെ നോക്കണം എന്നാ പറഞ്ഞു. വണ്ടർഫുൾ, ലവ് യു. ഓക്കെ, ഹോസ്റ്റൽ എനിക്ക് സെറ്റ് ആയില്ല സാർ. കാരണം ഞാൻ ഡോക്ടേഴ്സ് കാരണം ഒരു വർഷം ഞാൻ റിപ്പീറ്റിന് വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. സോ എനിക്ക് മനസ്സിലായി അന്ന് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഹോസ്റ്റലിൽ ഞാൻ എല്ലാവരോടും ഹോസ്റ്റലിൽ നിൽക്കരുത്, വീട്ടിൽ നിന്ന് പോയിട്ട് വരണം എന്ന് പറയുന്നതിന് താഴത്തൊക്കെ കുറേ പേര് അതിന് എതിരായിട്ട് മെസ്സേജ് അടിക്കാറുണ്ട്. ഞാൻ പലതും ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. അവർക്കൊന്നും മനസ്സിലാവില്ല ഇതിൻ്റെ ബുദ്ധിമുട്ട്. പല കുട്ടികളും ഉണ്ട് വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ താമസിക്കാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ. അവരൊക്കെ ഞാൻ വഴക്ക് പറയാ ചെയ്യാറ്. അത് ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റാതെ. അത് മാത്രമല്ല, ഈ പറഞ്ഞ എക്സ്ട്രാ പഠിക്കാനുള്ള എബിലിറ്റിയും ഇന്റർനെറ്റും വീട്ടിൽ അവനവന്റെ കാര്യങ്ങളും ഡ്രസ്സും പരിപാടിയും ഇതൊക്കെ അമ്മ വീട്ടിൽ നിന്ന് ചെയ്തു തരുന്ന സപ്പോർട്ടൊക്കെ വിട്ടു പോകുമ്പോൾ ഉണ്ടാവുന്നൊരു, പിന്നെ ആ കമ്പനി വിൽ നോട്ട് സപ്പോർട്ട് യു. പലതും ഹോസ്റ്റലുകളൊക്കെ മഹാമോശമാണ്. അപ്പൊ അവിടെ കിട്ടും. അവിടുന്ന് ഇലക്ട്രോണിക്സ് ആണോ പഠിക്കണേ? ആദ്യം ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റ സയൻസും പഠിക്കാന്ന് വിചാരിച്ച്. പിന്നീട് ഡോക്ടറിന്റെ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ദാറ്റ് ഈസ് നോട്ട്, അത് ശരിയല്ല. നമുക്ക് കോർ എഞ്ചിനീയറിംഗ് ആണ് നല്ലതെന്ന് മനസ്സിലായി. ഞാൻ ശരിയല്ല തെറ്റാണെന്നും പറയില്ല. നമ്മൾ ഓരോരാളോടും സംസാരിക്കുമ്പോൾ അവരുടെ ഓറിയന്റേഷൻ നോക്കിയിട്ടാ പറയാം. അപ്പോ സ്പെഷ്യലൈസേഷൻ ഇന്ന് പോയാല് 5 കൊല്ലം കഴിയുമ്പോൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. വേൾഡ് ചേഞ്ചസ് വെരി ഫാസ്റ്റ്. ഞാൻ ഈ ലോകത്തെ വിളിക്കാറുള്ളത് 21st സെഞ്ചുറി എന്നല്ല, 3rd decade ഓഫ് 21st സെഞ്ചുറി എന്നാണ്. സോ അതുകൊണ്ട് 3, 2, 1 വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്ന് പറയാം. അവിടെ നമ്മൾ പ്രെഡിക്റ്റീവ് അല്ല. 5 വർഷം മുമ്പ് ആർക്കും അറിയില്ല ChatGPTയും AI ഒക്കെ ഉണ്ടെന്ന്. ഇന്ന് വൈകുന്നേരം എനിക്ക് AI നേറ്റീവിനെ കുറിച്ചുള്ളൊരു വാട്ട് ഈസ് ദ ഗ്രോത്ത് പാത്ത് ഫോർ AI നേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. Okay, send me a message. I will add you in my satsang group. അതിനകത്ത് ഞാൻ ഇത്തരം വിഷയങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും. ആ സ്റ്റാറ്റസ് നോക്കിയാൽ യു ക്യാൻ ജോയിൻ, യു ഹാവ് ടു രജിസ്റ്റർ, സംബഡി എൽസ് ഈസ് ഓർഗനൈസിങ്. അപ്പോൾ നമ്മൾ ഈ AI എന്ന് പറയുന്ന സംഭവം ഇപ്പം 5 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടില്ല. സോ വി ഡോണ്ട് നോ ആഫ്റ്റർ 5 years വാട്ട് വിൽ കം.
അപ്പം നമ്മൾ ഇന്ന് സ്പെഷ്യലൈസ് ചെയ്താൽ അതിൽ പെട്ടുപോകും. ജനറിക് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് വൈ ഐ കീപ് അഡ്വൈസിങ് ഡോണ്ട് സ്പെഷ്യലൈസ് അറ്റ് ഗ്രാജുവേഷൻ ലെവൽ. പിന്നെ അതിൽ തന്നെ ഈസി ആണോ നല്ലത് ഇ ആണ്? ഇപ്പൊ എനിക്കൊരു പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനൊക്കെയാണ് ഒരു താല്പര്യം. അല്ല, രണ്ടിലും ഇലക്ട്രോണിക്സ് സെയിം ആണ്. ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ഈ ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ ലോകം കമ്മ്യൂണിക്കേഷന് ആണ് പ്രാധാന്യം കൂടുതൽ. അതായിരിക്കും. ഇലക്ട്രിക്കൽ മോശമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇലക്ട്രിക്കൽ കുറച്ചും കൂടി ലാബ് ഓറിയന്റഡും ട്രഡീഷണലും ആണ്. എന്നുവെച്ചാൽ ഇലക്ട്രിസിറ്റിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നമ്മൾ പണ്ടത്തെ ഇലക്ട്രിസിറ്റി തന്നെയാണ് ഇപ്പോഴും. പക്ഷെ ഇലക്ട്രോണിക്സിൽ കുറേ മാറ്റമുണ്ട്. അതുകൊണ്ട് ഇ സിയിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി മേ ബി മോഡേണൈസ്ഡ് ആയിട്ടുള്ള നോളജ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് അധികം ചിലപ്പോൾ ഇ സി ആണ്. അപ്പോ കോമ്പറ്റേറ്റീവ് എക്സാം ഇപ്പൊ എനിക്ക് മെഡിക്കൽ വിടണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി ഒരു വർഷം കൂടി കളയാന്ന് പറയുന്നത് അല്ല, ഡോക്ടർ ആവാൻ പറ്റിയിട്ടെങ്കിൽ രോഗിയാവാൻ പറ്റുന്ന കുറെ പേരുണ്ടല്ലോ. രോഗിയാവണം. അപ്പൊ നല്ലപോലെ വായിക്കുക, പഠിക്കുക. പോയത് പോട്ടെ നോക്കാം. ഒരു തമിഴ് പാട്ടിരിക്കും, പോണാൽ പോകട്ടും പോടാന്നുള്ള. അതേപോലെ പ്രൈവറ്റിന് പോണോന്ന് ചോദിക്കുന്നുണ്ട്. പ്രൈവറ്റ് മെഡിക്കൽ അബ്രോഡ് പോകണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അത് താല്പര്യമല്ല. അബ്രോഡ് പോയിട്ട് പഠിക്കാനൊന്നും താല്പര്യമില്ല. അല്ല, പറ്റുകയാണെങ്കിൽ ഇഫ് യു ക്യാൻ അഫോർഡ് ദർ ഈസ് നത്തിങ് റോങ്. പ്രൈവറ്റിൽ പോയാലും അബ്രോഡ് പോയാലും, കാരണം അത് പ്രൊഫഷണലാണ്. നത്തിങ് ലൈക്ക് ദാറ്റ്. നമ്പർ 1. നമ്പർ 2, അബ്രോഡ് പോയിട്ടോ പുറത്ത് പോയിട്ടോ പഠിച്ചാലോ പ്രൈവറ്റിൽ പഠിച്ചു കഴിഞ്ഞാലോ യുവർ ലോങ് ടേം എംബിഷൻ സിവിൽ സർവീസും അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനുള്ള ചാൻസസ് ആർ ലെസ്. അത്രത്തോളം പഠിക്കാനുണ്ട്. അപ്പൊ സിവിൽ സർവീസിലേക്ക് പോകാന്നാണ് വിചാരിച്ചത്. ഈവൻ BDS മെഡിക്കൽ എന്ന് പറയുന്നത് MBBS മാത്രമല്ലല്ലോ, BDS ഉണ്ട്. നല്ല ലോ ആയിപ്പോയി. അല്ല, ഞാൻ പറയുന്നത് മെഡിക്കൽ ഡസൻ മീൻ ഓൺലി MBBS എന്ന് പറയുന്നത്. എന്തിലൊക്കെ ചിലപ്പോൾ പ്രൈവറ്റിലൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഗുഡ്. പക്ഷെ സാധാരണഗതിയിൽ MBBS കഴിഞ്ഞാൽ അടുത്തൊന്നും ആരും ഡോക്ടർ പോകാറില്ല. യു നീഡ് എ സ്പെഷ്യലൈസേഷൻ. ദാറ്റ് മീൻസ് അഗെയിൻ യു ഹാവ് ടു ഇൻവെസ്റ്റ് അനദർ 2-3 years. അപ്പൊ അത്രയൊക്കെ എഫർട്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ പ്രോബബ്ലി ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇൻ ടു ഏതെങ്കിലും സർവീസ്. അപ്പോൾ IAS ഒക്കെ എടുക്കാം, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് നോക്കാം. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടേസ്റ്റ് ആൻഡ് ഓറിയന്റേഷൻ വാട്ട് യു ക്യാൻ ഹാവ് ആൻഡ് ദെൻ ഹൗ മച്ച് എഫർട്ട് യു ആർ ഗോയിങ് ടു പുട്ട്. അതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. എന്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഞാൻ ഏത് ബ്രാഞ്ച് എടുത്താലും അതിലേക്ക് ഒരു ഹൈ പൊസിഷനിലേക്ക് എത്തണം എന്നുള്ളതാണ്. അത് എല്ലാവരുടെയും ആവശ്യവും ആഗ്രഹവും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ അത് പ്രാബല്യത്തിൽ വരുത്തണമെങ്കിൽ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് വേണം. യു ഷുഡ് ഹാവ് ഓൾസോ എൻവറോൺമെന്റ് ആൻഡ് ദാറ്റ് എൻവറോൺമെന്റ് ഷുഡ് സപ്പോർട്ട് യു ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. അതാണ് അത്യാവശ്യം. എങ്ങനെയാണ് പഠിക്കേണ്ടത്? നല്ലപോലെ പഠിക്കുക. ഓരോ വാക്കുകൾ എടുത്തിട്ട് അതിന്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്ന അർത്ഥത്തെക്കുറിച്ച് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് പഠിച്ച് സ്വന്തം ഒരു ഡിക്ഷണറി ഉണ്ടാക്കുക. യു ഷുഡ് ഹാവ് എ ഡിക്ഷണറി ഓഫ് ഇലക്ട്രോണിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ. കംപ്ലീറ്റ് സിലബസ് നോക്കുക. ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്താൽ പഠിച്ചു തുടങ്ങുക. കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. വൊക്കാബുലറി കൂടുക. ഈ നല്ല ഇംഗ്ലീഷ് ഇപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ പിന്നെ ഏത് പൊസിഷനിലെത്തിയാലും അതേ പൊട്ട ഇംഗ്ലീഷാണ് ഉപയോഗിക്കുക. സോ യു ഷുഡ് ഹാവ് ദറ്റ് എബിലിറ്റി. നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. ഈ ഡിസിഷൻ എടുക്കാൻ കഴിവ് വേണമെന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. ഒരു മുഴം മുന്നോട്ടെറിയാനുള്ള കഴിവുണ്ടാവണം. അല്ലെങ്കിലും പൊസിഷനിലൊക്കെ ചിലപ്പോൾ എത്തുമായിരിക്കും, ബട്ട് യു ആർ നോട്ട് എക്സലന്റ്. യു ഡോണ്ട് ഫീൽ ദറ്റ് ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യും പൊസിഷൻ ഉണ്ടാകും. പക്ഷെ എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി കുറവുണ്ടെങ്കിൽ ദേ വിൽ സ്റ്റാർട്ട് മേക്കിംഗ് ഫൺ ആൻഡ് ജോക്ക് ഓഫ് us. പ്രൈം മിനിസ്റ്റർമാർക്ക് പോലും അങ്ങനെയുള്ള ഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് യുവർ വൊക്കാബുലറി, ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രസൻസ് ഓഫ് മൈൻഡ്, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഇതൊക്കെ നന്നായിട്ട് വേണം. സോ ഏതൊക്കെ കോമ്പറ്റിറ്റീവ് എക്സാംസ് എഴുതാൻ പറ്റുന്ന എത്രയൊക്കെ ബുക്കുകളുണ്ടോ അതൊക്കെ മേടിക്കാം. കീപ് പ്രാക്ടീസിങ് ഇറ്റ്. ഇപ്പോൾ UGC നെറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ബുക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ 10th ക്ലാസ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. മനസ്സിലായോ? അതിലാണ് എല്ലാവരും തോക്കുന്നത്. അവരാണ് പിന്നെ PhD ഉണ്ടാക്കാനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ. ഗേറ്റ് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഗേറ്റ് പഠിക്കുക, GRE പഠിക്കുക,
ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാം എബ്രോഡ് പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ, ഇന്ത്യയിൽ ചെയ്യണമെങ്കിൽ ഗേറ്റ്, ഇതിനൊക്കെ എല്ലാ കോച്ചിങ്ങുകളും പാരലലി ചെയ്യാം. ദെൻ യു വിൽ സി ദർ ഈസ് ലോഡ് ഓഫ് കോമണാലിറ്റി, 60% കോമൺ ആണ്. അപ്പോൾ ഏത് എക്സാം എഴുതണമെന്ന് വെച്ചാൽ എന്ത് എക്സാം എഴുതാം എല്ലാത്തിനും കിട്ടും. അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തണം. അത് നാളെ ബാങ്ക് ടെസ്റ്റ് എഴുതണം, PSC ടെസ്റ്റ് എഴുതണം, എല്ലാ ടെസ്റ്റിലും പാസ്സാകണം. ആ എബിലിറ്റി ഉണ്ടാവണമെങ്കിൽ യു മസ്റ്റ് ഡെഡിക്കേറ്റ് യുവർ സെൽഫ്. 8 മണിക്കൂർ കിടന്നുറങ്ങുക, 2-3 മണിക്കൂർ പേഴ്സണൽ അഫെയർ, ബാക്കി 10 hours പോയി കഴിഞ്ഞാൽ പിന്നെ 14 hours ഉണ്ട്. 14 hours ഡെഡിക്കേറ്റ് ടു ലൈഫ്, ഓൺലി ഫോർ എഡ്യൂക്കേഷൻ, നത്തിങ് എൽസ്. ഡൈവേർഷൻസും അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടും ടൈം പാസും ഒക്കെ ഉണ്ടാവും. ഇതൊരു തപസ്സാണ്. 100%. You must prove that yes, I have done what I could do in my life. അത്യാവശ്യം. പിന്നെ നമ്മൾ ഈ ബിടെക് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും കോഴ്സ്? Don't look for such things. അങ്ങനെ നോക്കണ്ട, ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത് പഠിത്തത്തിൽ മാത്രം. ആ സമയത്ത് തന്നെ ഇഷ്ടംപോലെ പ്രോജക്റ്റും അതും ഇതുമൊക്കെ ചെയ്യാനുണ്ട്. See, that by chance something comes, yes, fine, that's a different one, but you should have some skill which is higher than what you are doing today. അതല്ലാതെ ലോവർ പോയി കഴിഞ്ഞാൽ യുവർ സ്റ്റാൻഡേർഡ് ഗോസ് ഡൗൺ. പിന്നെ സിവിൽ സർവീസിനെ ഇപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങാൻ ഇപ്പൊ തന്നെ തുടങ്ങണ്ടേ? ന്യൂസ് പേപ്പർ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ടുമോറോ. ഹിന്ദു ന്യൂസ് പേപ്പർ എടുക്കുക, ലാസ്റ്റ് വേൾഡ് പേജ് എടുക്കുക, വേൾഡ് പേജിന്റെ ഒരു ബ്രീഫ് ഉണ്ടാക്കിയിട്ട് അയക്കുക. ടേക്ക് ദറ്റ് ന്യൂസ്, ടേക്ക് എ ബ്രീഫ്, ലേൺ അബൌട്ട് ഇറ്റ്, മേക്ക് യുവർ ഒപ്പീനിയൻ, റൈറ്റ് മാറ്റർ ഓഫ് ഫാക്ട് പേപ്പറിൽ തന്നിട്ടുള്ളത്, താഴെ വാട്ട് ഈസ് ദറ്റ് യു ലേൺഡ്, വാട്ട് ഈസ് യുവർ ടേക്ക് അവേ, വൈ ആൻഡ് ഹൗ ദാറ്റ് മാറ്റേഴ്സ് ടു ഇന്ത്യ. അങ്ങനെ എഴുതാൻ പറ്റും. ഒരു ന്യൂസ് നോക്കിയാൽ മതി, ഇന്റർനാഷണൽ പേജിൽ ഒരു ന്യൂസ്, ദാറ്റ്സ് ഗുഡ്. അത് ഹിന്ദു വേണമെന്നൊന്നുമില്ല. ഇന്റർനാഷണൽ ന്യൂസിൽ, ഇന്ത്യയിൽ ഏത് പേപ്പറിൽ വരുന്ന ഇന്റർനാഷണൽ ന്യൂസിൽ ലോങ് ടേം ഇമ്പോർട്ടൻസ് ഉള്ളത്. ആർക്കെങ്കിലും അസുഖം വെച്ചു, അല്ലെങ്കിൽ ഇവിടെ ഇലക്ഷൻ നടന്നു, ബൈക്ക് ആക്സിഡന്റ് ആയി, ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഇമ്പാക്ട് ഇന്ത്യസ് റിലേഷൻഷിപ്പ് വിത്ത്, ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് വിത്ത് എബ്രോഡ്. അതിനൊരു കോൺസിക്വൻസ് വരുമ്പോഴാണ് ഇന്ത്യൻ ന്യൂസ് ആയിട്ട് മാറുന്നത്. അത്തരം കോൺസിക്വൻസ് ഉള്ളത് മാത്രമേ നോക്കാവൂ. പിന്നെ ഈ IAS തമ്മിലുള്ള ഒരു എക്സാമിന്റെ അവിടെ വരുന്ന ഡിഫറൻസ് എന്താണ്? ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, അതിനകത്ത് കുറച്ചും കൂടി സബ്ജക്ട് ഓറിയന്റഡ് ആവും. മറ്റേതാവുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. ദെൻ യു ക്യാൻ ഡു മെയിൻ എക്സാമിനേഷന് ഡിഫറെന്റ് ആയിട്ടുള്ള. ദർ ആർ 2 books. One is IAS Edge Dr. TPS. അത് ആമസോണിൽ അവൈലബിൾ ആണ്. There is another book on Civil Service Prelims Handbook. That will explain. Prelims same ആണ്. You can also download എല്ലാ കംപ്ലീറ്റ് എക്സാം എഴുതാൻ പോകുന്നതിന്. ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ഈവൻ ഡോക്ടർ TPS. എല്ലാ സിലബസും സ്ട്രാറ്റജിയും എന്തൊക്കെയാ ക്വസ്റ്റ്യൻ വരിക, എന്തൊക്കെയാ ക്വാളിഫിക്കേഷൻ, ഡൗൺലോഡ് ആൻഡ് കീപ് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. Good enough? Okay. Thank you. Thank you, sir.